നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവി ഫലം അറിയാനും പറയാനും അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഉള്ള ഒരു വഴിയുണ്ട്. ആ മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും. പുതുതലമുറ അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരിക്കും, എനിക്ക് ജ്യോതിഷത്തിന്റെ ഫലം എങ്ങനെ പറയാം, ഭാവി എങ്ങനെ ആണ് പറയുക. അല്ലെങ്കിൽ നമുക്ക് പല ശാന്തിക്കാർക്കോ അതുപോലെ തന്നെ ഗൃഹസ്ഥന്മാര് അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തി ഇനി കുടുംബജീവിതമായിട്ട് ഇരിക്കുന്ന പ്രായമായവർക്കൊക്കെ പഠിക്കുക ഇതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജ്യോതിഷ ഫലം പറയാൻ പഠിക്കാം. ഈ ജ്യോതിഷത്തിന്റെ ഫലം പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ഒരു ശാസ്ത്രത്തിന്റെ അറിവാണ്. അതാണ് നമ്മൾ ഇതൊരു ഉഡായിപ്പ ഇടപാടല്ല. ആസ്ട്രോളജി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശാസ്ത്രം പഠിക്കലാണ്. ഈ ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ബോധം നമ്മളിലേക്ക് ഉണ്ടാവും. നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും ഇത് എന്താണ്, ഏതാണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഏത് തരത്തിൽ മുന്നോട്ട് പോകാം എന്ന് മറ്റൊരാൾക്ക് നോക്കി പറഞ്ഞു കൊടുക്കാനും നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ജ്യോതിഷ പഠനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇത് കുറെ പുസ്തകത്തില് വീഡിയോ കണ്ടിട്ട് അവിടുത്തെ ആൾ അത് പറഞ്ഞു ഇവിടുത്തെ ആൾ ഇത് പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഇത് ലളിതമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ പഠിച്ചെടുക്കുക എന്നുള്ള ആളുകളുടെ ഒന്നാമത്തെ പ്രശ്നം ഇത് സംസ്കൃതം അല്ലേ, ഈ കണക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇത് എങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ് ഈ വക പഠനത്തിൻ്റെയൊക്കെ പിന്നാക്കം പോകാൻ കാരണം. ജ്യോതിഷം പഠിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും എളുപ്പമല്ലാന്നേ. കാരണം 10 കൊല്ലം 15 കൊല്ലം പിന്നാലെ നടക്കണം, അതാണ് ഇതാണെന്നൊക്കെയുള്ള ഒരു തോന്നലാണ് ആൾക്കാർക്ക്. ഈ തോന്നൽ മാറ്റി നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആഴ്ചയിലോ മാസത്തിലോ അല്ലെങ്കിൽ പോയി ഗുരുനാഥന്റെ അടുത്ത് പോയി നമുക്ക് ജ്യോതിഷം പഠിക്കാം എന്നുള്ളതാണ്. ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ നടന്ന് വട്ടം കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ഇതായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പഠിച്ചാൽ നിർത്തേണ്ടവർക്ക് നിർത്താം. തുടർച്ചയായിട്ട് നമുക്ക് അഷ്ടമംഗല പ്രശ്നം വരെ നമുക്ക് തുടർന്ന് പഠിക്കുകയും ചെയ്യാം. ഈ ഇതിൻ്റെയൊക്കെയുള്ള പ്രത്യേകത ഓരോ ആളുകളുടെയും ആവശ്യാനുസരണമാണ് ഈ സംഭവം. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്നതും പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാണ്ഡിത്യം തന്നെയാണ് പണ്ഡിതനാക്കുന്നത്. അല്ലാതെ ആളുകളൊക്കെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരാൾ കുറെ ജഡയായിട്ടിരിക്കുന്ന ഒരാളെയല്ല നമ്മൾ എന്താണ് പണ്ഡിതൻ എന്ന് പറയുക. പാണ്ഡിത്യത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് വളരെയധികം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കാരണം മാന്ത്രികപരമായിട്ടുള്ള താന്ത്രികപരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ താമ്പൂല പ്രശ്നം, അഷ്ടമംഗല പ്രശ്നം മുതലായ വലിയ വലിയ രീതിയിലുള്ള ചിന്തനകൾക്കൊക്കെ പോകുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോതിഷനാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയാൻ തന്നെ കാരണം. ഇദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് ക്ലാസ്സിന് പോവുകയാണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ബിജു എന്നാണ്, ബിജു പണിക്കർ എന്നാണ് പറയാം. ബിജു പണിക്കർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി തന്നെ പറഞ്ഞുതരാം. ഞാൻ ആഗ്രഹമുള്ള ആളുകളാണ് വെച്ചെങ്കിൽ നമ്മൾ പാങ് പാവർട്ടി എന്ന് പറയുന്ന ചാവക്കാട് നിന്നും പാങ് പാവർട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പാങ് കൂമ്പുള്ളി പാലത്തിനടുത്താണ് ബിജു പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. താമ്പൂല പ്രശ്നത്തിനാണെങ്കിലും അഷ്ടമംഗല പ്രശ്നത്തിനാണെങ്കിലും ജ്യോതിഷം പഠിക്കാനാണെങ്കിലും ഇതൊന്നുമല്ല, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ച് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാനും ഉത്തമമായിട്ടുള്ള ഒരു നല്ലൊരു ജോലിയുള്ള ജ്യോത്സ്യൻ എന്ന് തന്നെ പറയാം. ഈശ്വരാനുഗ്രഹമുള്ള ദൈവജ്ഞൻ എന്ന് പറയുന്ന ഒരു അനുഭവമുള്ള, എനിക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനും നിങ്ങൾക്ക് നോക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതാണ് എടുത്തു പറയാൻ കാരണം. പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ നമുക്കത് ലളിതമായിട്ട് മനസ്സിലാക്കി തരാനുള്ള ഒരു കഴിവ് അതിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതൊക്കെ പോട്ടെ, നമുക്ക് നല്ലൊരു പണിക്കരെടുത്ത് പോയി കാര്യങ്ങൾ നോക്കണം എന്ന് വെച്ചിട്ട് ആലോചിച്ച് നടക്കുന്നവർക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നോക്കി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്യോതിഷ പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഗുരുനാഥ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്താണ് അതിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചും ഗുരുനാഥൻ്റെ സമയത്തിനനുസരിച്ചിട്ടും നിങ്ങൾക്കിത് പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആർക്കും പഠിക്കാൻ പറ്റാത്തതല്ല എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതിന് അഥവാ നിങ്ങൾക്ക് വേണ്ട, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും ഈ ഗുരുനാഥനെ വിളിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണം, അതിനെന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കി അദ്ദേഹം പറഞ്ഞു തരും ചെയ്യും. അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ടോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിലുള്ള ചിന്തനകൾക്കൊക്കെ നല്ല രീതിയിലുള്ള അറിവുള്ള ആളുകൾ തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റുള്ള പല പല സ്ഥലങ്ങളിലും നോട്ടക്കാരായിട്ടിരിക്കും, അവർ നോക്കിയിരിക്കൽ മാത്രമുള്ളൂ. നന്നായി നോക്കണം ചെയ്യെങ്കിൽ നല്ലൊരു ആളുകളുടെ അടുത്തേക്ക് പൂവ് തന്നെ വേണ്ടി വരും. കാരണം ഈ വളയും മാലയും കുറിയും ആണ് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ എന്താണ് വലിയൊരാളാണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന ഒരു വേഷം. പക്ഷെ ഇത് ജനങ്ങളുടെ ധാരണയും അത് തന്നെയാണ്. കുറെ വലിയൊരു കുറിയും കുറച്ച് മുടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരാളാട്ടാന്ന് പറയും. പക്ഷെ ഇതൊരു വേഷം കെട്ടായിട്ട് നടക്കുന്ന ആൾക്കാരെയും ഈ ഭയങ്കര ആളെന്ന് വിചാരിച്ച് നടക്കുക. ഇവരെടുത്തേക്കാണ് നമ്മൾ എന്താണ് ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ പോവുക. ആ പ്രശ്നം നമുക്ക് എന്തായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കി മാറ്റിയിട്ട് അവരെ കുടുംബം നന്നാവും, നമ്മൾ വെണ്ണൂറാവുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ലൊരു പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള രീതിയിൽ ആളുകളെടുത്ത് പോയി നമ്മൾ ജ്യോതിഷപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ നല്ലൊരു പാണ്ഡിത്യമുള്ള ഒരു നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രശ്നം വെച്ച് പറഞ്ഞു തന്ന് പരിഹരിക്കാവുന്ന ഒരാളെ എടുത്ത് പോയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്തായി നമ്മളെല്ലാ തരത്തിലും പരാജയപ്പെടും. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് പറയാനും അറിയാനും നമ്മളെ പ്രശ്നം പരിഹരിച്ച് തരാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. കഴിവുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അപാരമായ ഒരു കഴിവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ജ്യോത്സ്യം നോക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതിൽ ഒരു അപാര പാണ്ഡിത്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം നല്ല രീതിയിൽ ജ്യോതിഷം പഠിപ്പിച്ച് തരാനും ഒക്കെ വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ജ്യോതിഷ ക്ലാസ്സും കൂടി നടത്തുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നമ്പറും ഫോട്ടോ ഒക്കെ ഇതാണ്. അപ്പം നിങ്ങൾ ആളെ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രശ്നം വെക്കണമെങ്കിൽ വെക്കാം. ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയത്തിൽ നമ്മൾ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്നത് പോലെ അറിയാത്ത രഹസ്യങ്ങൾ പുറത്തേക്ക് തുറന്നു കാണിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമ്മളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജ്യോതിഷത്തിന്റെയും മാന്ത്രികത്തിന്റെയും വൈദ്യത്തിന്റെയും ഒക്കെ കാണാപ്പുറങ്ങൾ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രഹസ്യങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന്റെ സത്യസന്ധത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഗുണം നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ ഉറപ്പ് തന്നുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.